ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഋഷികേഷ് ട്രിപ്പാണ് ഈ വീഡിയോ ഫുള്ളുള്ളത്. ഞങ്ങളൊരു മാസങ്ങൾക്ക് മുൻപേ പോയ ട്രിപ്പാണിത്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടാൻ സാധിച്ചത്. വരുന്ന വഴി നിങ്ങൾ കേട്ടാണ് ലെപ്പേർഡ് എന്നും പറഞ്ഞു. യെസ്, ഞങ്ങളൊരു ടെൻറ്റിലാണ് നിൽക്കുന്നത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ. ആ ടെൻറ്റിൽ ലെപ്പേർഡ് വരും, നമ്മളെ പിടിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ചൊക്കെയായിരുന്നു ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. എന്നത്തെയും പോലെ ഗീതു ആൻഡ് വിനിച്ചേട്ടൻ്റെ കൂടെയാണ് ഞങ്ങളുടെ ട്രിപ്പ്. ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഇറങ്ങി. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. എന്നിട്ട് സ്റ്റേൻ്റെ അവിടെ എത്തി. അവിടുന്ന് ഗീതു നല്ല ഫ്രഷായിട്ട് ചിക്കൻ പൊരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഗീതു വീട്ടിൽ നിന്ന് മാരിനേറ്റൊക്കെ ചെയ്തുകൊണ്ട് വന്നു. ഗീതുവിൻ്റെ ചിക്കൻ കബാബ് ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾ അവിടെ നിന്ന് ഫ്രഷായിട്ട് ഗീതു പാത്രമൊക്കെ കൊണ്ടുവന്നു കേട്ടോ, എണ്ണയൊക്കെ കൊണ്ടുവന്നു, എല്ലാം കൊണ്ടുവന്നു. അവിടെ സ്റ്റൗ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ചിക്കനൊക്കെ വറുത്ത് അവിടെ നിന്ന് തന്നെ ചോറ് ദാലൊക്കെ പറഞ്ഞ് അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച് വന്നുകൊണ്ട് നേരെ വരുമായിരുന്നു ചെയ്തേ. വരുന്ന വഴി ഞാൻ നമ്മുടെ കട്ട്ലറ്റും പഴംപൊരിയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്നാക്ക് വേറെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്ഥലത്ത് ഇറങ്ങി കാപ്പി മാത്രം കുടിച്ച് ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയിലെത്തി. പിള്ളേരൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തു. നല്ല ക്ലൈമറ്റായിരുന്നു, വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ടെൻറ്റ് കണ്ടില്ല, നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ ടെൻറ്റ് വാസമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. शेर हाथी नाचे दिल का ये मेला यार अपने साथ नाचो के जोरों पे तुम धड़ाका देती नाचो के ऐसे नाचो हाँ जगोरे हाँ जगोरे नाचो 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 ഹായ് ഗായ്സ്, ഇത് ജോജമ്മ കിടക്കുന്നുണ്ട്. രേങ്കുട്ടൻ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ബാത്റൂം. ഇതാ ഞങ്ങളുടെ ഫുള്ള് തണുത്ത കുറച്ച് വിൻഡോസ് ഉണ്ട് അവിടെ. കൂളറുണ്ട്, പഴുപ്പുണ്ട്, ബാഗുണ്ട്, ചെയറുണ്ട്, തൊയ്യുമുണ്ട്. മമ്മുണ്ട് അതെ. മമ്മയുടെ ഫുൾ ഫേസ് കാണിക്കാനില്ലേ? അപ്പോൾ ടെൻറ്റ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ടെൻറ്റ് പുറത്തുനിന്നുള്ള ഏർലി മോർണിംഗ് വ്യൂ ആയിരുന്നു കേട്ടോ ഇത്. ഏർലി മോർണിംഗ് എന്ന് പറയുമ്പോൾ 6 മണിയൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു 7:30 സമയത്തൊക്കെ സൂര്യനൊക്കെ ഉദിച്ചങ്ങ് മണ്ടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല കിളികളുടെ കളകളനാദവും ഒക്കെ ആയിട്ട് ഒരു ഫ്രഷ് ലവ്ലി മോർണിംഗ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും എണീറ്റ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഇരുന്നത്. നമ്മുടെ വീടിൻ്റെ നമ്മുടെ ടെൻറ്റിൻ്റെ മുമ്പിൽ തന്നെ ടേബിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടെൻറ്റിൻ്റെ അകവും പുറവും നല്ല ചുറ്റി നിങ്ങൾ കണ്ടല്ലോ. നല്ലൊരു ഗെറ്റ് അവേക്ക് പറ്റിയ സ്ഥലമാണ്. കുറച്ച് എന്താ പറയുക, ഡെയിലി റുട്ടീനിൽ നിന്നൊക്കെ മാറി കുറച്ച് ശാന്തസുന്ദരമായ സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ഥലം വളരെ അടിപൊളിയാട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വേണ്ടവർ DM ചെയ്യുക. പിന്നെ പ്രത്യേകം പറയേണ്ടല്ലോ, വിനിച്ചേട്ടനാട്ടോ ഇതെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നത്. അങ്ങനെ ലിയാൻകുട്ടനും ഇറങ്ങി വന്നു. പിന്നെ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. വേണ്ട ഇതിനകത്ത് വെക്കണോ? ഫ്രൈ ചെയ്യാം.
അത് വേണോ? ഞാൻ അവിടെ ഇരിക്കട്ടെ. അങ്ങോട്ട് പോണ്ട, കടിക്കും കേട്ടോ. മങ്കി ചെറിയ ടൊമാറ്റോ കഴിക്കും. ലിയാ ഇങ്ങ് വന്നേ. സച്ചു ഇങ്ങ് വാ. അടുക്കത്തെ ഭാഗം പറിച്ചു കളഞ്ഞോ? തിരിച്ചു വയ്ക്കേ, തിരിച്ചു വയ്ക്കേ. ഉറപ്പായും എന്തായാലും ഞങ്ങൾ മേടിച്ച ചോപ്പർ, വാട്ടർമെലൺ ചോപ്പർ വർഷങ്ങൾക്ക് ശേഷം ഉപയോഗിച്ച് ഞങ്ങൾ സക്സസ് ആക്കിയിരിക്കുന്നു. അങ്ങനെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ പോയത് നീർ വാട്ടർഫോൾസിലേക്കാണ്. ഋഷികേശിലെ ഒരു ഫേമസ് സ്പോട്ടാട്ടോ, ടൂറിസ്റ്റ് സ്പോട്ടാണ് നീർ വാട്ടർഫോൾസ്. അപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് തൊട്ടടുത്തായിരുന്നു വാട്ടർഫാൾസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പതുക്കെ ഞങ്ങൾ വാട്ടർഫാൾസിലേക്ക് ഇറങ്ങി. ഞങ്ങളുടെ അവിടെ നിന്നൊരു 10-15 മിനിറ്റ്സ്, അതിൽ കൂടുതലുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഈദ് മനുഷ്യൻ്റെ കാറിലായിരുന്നു കേട്ടോ ഋഷികേശിലേക്ക് പോയത്. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ നല്ല മലകളും കുന്നുകളും നല്ല വ്യൂ ഒക്കെയാണ്. നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പിലെ പകൽ വ്യൂ ആട്ടോ ഇത്. നമുക്ക് സിറ്റി മൊത്തം കാണാം. അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാട്ടർഫാൾസിൻ്റെ അടുത്ത് തന്നെ ഒരു സ്പോട്ടിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങ് താഴെ നമുക്ക് കുറേ വണ്ടികൾ കയറി വരുന്ന കാണാം. കാരണം ഋഷികേശിലൊരു മെയിൻ സ്പോട്ടാണല്ലോ നീർ വാട്ടർഫാൾസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുകളിലായിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ അങ്ങോട്ട് നടന്നു. അപ്പോൾ വാട്ടർ ഫോളിലേക്ക് കയറുന്ന വഴിയുടെ താഴെയായിട്ട് കുറേ കടകളുണ്ട്. നമുക്കവിടെ ചെറിയ ചെറിയ സ്നാക്സൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് നൂഡിൽസ് അല്ലെ പറാട്ട അങ്ങനെയൊക്കെ കിട്ടും. ഞങ്ങളവിടെ ഇരുന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടാട്ടോ ഞങ്ങൾ വാട്ടർഫോളിലോട്ട് കയറിയതെന്ന് പറയുമ്പോൾ നല്ലൊരു മലയുടെ മുകളിലാട്ടോ ഫോൾ ഉള്ളത്. നമുക്കൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസും കൂടെയാണ് ഈ ഒരു വാട്ടർഫോളിലേക്ക് പോകുന്ന വഴി നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ നേരെ മുകളിലോട്ട് കയറിയത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ നമ്മുടെ ടെൻറ്റിൻ്റെ അവരുടെ ഓണർ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ അവർ നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റിയൊക്കെ ചോദിക്കുമായിരുന്നു. അവരുടെ ബ്രദറിന് നല്ല ഫോളോവേഴ്സൊക്കെ ഉണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ മുകളിലോട്ട് കയറി പോകുന്ന വഴിയിലൊക്കെ സൈഡിൽ വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകണ്ട, അധികം നടക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ താഴെ തന്നെ നമുക്ക് വാട്ടർഫോൾ അവൈലബിൾ ആണ്. കണ്ടോ, ഇങ്ങനെ കുറേ ദൂരം നടന്ന് കയറി പോകണം. പക്ഷേ കയറി ഏറ്റവും മുകളിലാട്ടോ ആ ഒരു സ്പോട്ടുള്ളത്. ഞങ്ങൾ എന്തായാലും ആ സ്പോട്ടിലെത്താൻ വേണ്ടി തീരുമാനിച്ചു. പിള്ളേരുണ്ടെങ്കിൽ ഒന്നും ഞങ്ങൾ കരുതി നമ്മൾ പിന്നോട്ട് വലിക്കത്തില്ല. പിന്നെ നമ്മൾ ഓരോ സ്പോട്ടിലും നമുക്ക് ചെറിയ ചെറിയ ഇങ്ങനെ എന്താ പറയുക ഇരിക്കുന്ന സ്ഥലങ്ങളും ചെറിയ മാഗി നൂഡിൽസ് അല്ലെങ്കിൽ ചെറിയ ജ്യൂസൊക്കെ കുടിക്കാനുള്ള ഏരിയകളുണ്ട്. പോകുന്നവരെ കയ്യിൽ ക്യാഷ് കരുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ കാണാം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലിയാം ഫുൾ ടൈം ജോജാൻ്റെ മുകളിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടെ ഇരുന്നും റെസ്റ്റ് എടുത്തും ഒക്കെ ഞങ്ങൾ മുകളിലേക്ക് യാത്ര തുടർന്നു. നോവ ഫുൾ അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. കണ്ടോ, ഇടയിലൊക്കെ സ്പോട്ടുകളുണ്ട്. നമുക്ക് ഇഷ്ടം തോന്നുന്ന സ്പോട്ടിൽ നമുക്ക് നിന്ന് നമുക്ക് കുളിക്കാം. എന്തോരം പേരോട്ടാ പോന്നെ. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. കുറേ പാട്ടൊക്കെ വെച്ച് നല്ല ജോലി അടിച്ച് പോകുന്ന ടീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ പേരും ഏറ്റവും മുകളിലേക്കാണ് ടാർഗറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ആഴമില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ ആ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്.
ഇതിൻ്റെ മുകളിലേക്ക് പോകത്തില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നിറയെ ആളായിരുന്നു, നിറയെ ആളായിരുന്നു. കണ്ടോ, ഇതാണ് അവിടുത്തെ മെയിൻ നീർ വാട്ടർഫാൾസ്. അങ്ങനെ ചെന്നു ഞങ്ങൾ നേരെ വാട്ടർഫാളിൽ ഇറങ്ങി. പിള്ളേരൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തു. വാട്ടർഫാൾ നല്ല ആഴമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു. വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വെള്ളത്തിലാണല്ലോ കളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ എൻജോയ് ചെയ്തു കേട്ടോ. നിറയെ ആളുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ പേരുമായിട്ട് സംസാരിച്ചു, നല്ല കമ്പനിയൊക്കെ അടിച്ചു. കണ്ടോ, ഞാൻ സൂപ്പർ എന്ന് പറയുന്നത്. അത്ര എൻജോയ് ചെയ്യാൻ ഋഷികേശിൽ ഇപ്പം ഞങ്ങൾ കാര്യം പറഞ്ഞാൽ നീർ വാട്ടർഫാളിൽ മാത്രമേ പോയുള്ളൂ. പക്ഷേ അത് ഞങ്ങൾ ഒത്തിരി ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങൾ മടുക്കോളം വെള്ളത്തിൽ കളിച്ചു കേട്ടോ. ഞങ്ങളും പിള്ളേരും ചേട്ടനും ഗീതവും ചുച്ചും ഒക്കെ മടുത്ത് അങ്ങെത്തുന്ന വരെ ഞങ്ങൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് കുറച്ച് കോൺഷ്യസ് ആട്ടോ. എൻ്റെ പല്ലിൽ ക്രൗൺ ഇടാനുണ്ട്, അപ്പോൾ അതിൻ്റെ മുറിച്ചൊക്കെ വെച്ചേക്കുന്നതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ സൈഡൊക്കെ നോക്കി ചിരിക്കുക, വീഡിയോ എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. കണ്ടോ, നിറയെ ആളാണ്. വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വൃത്തിയുടെ കാര്യത്തിൽ അങ്ങനെ വലിയ പേടിയൊന്നും വേണ്ട. വെള്ളം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതങ്ങ് പൊക്കോളും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് എൻജോയ് ചെയ്താണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. വെള്ളത്തിൽ കുറേ നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പ് എന്തായാലും വരുമല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാഗിയൊക്കെ മേടിച്ച് കഴിച്ച് ഞങ്ങൾ തിരിച്ച് സ്റ്റേയിലേക്ക് പോവുകയാണ്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇത്രയും ട്രെക്കിംഗ് ഉണ്ടാവുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നോവ അത്ര ട്രെക്കിങ്ങിന് പറ്റുന്ന ചെരുപ്പായിരുന്നില്ല ഇട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തു. പിന്നെ ഇടയ്ക്കൊന്നും നോവ ചെറുതായിട്ട് താഴോട്ട് പോയപ്പോൾ വീഴുന്നുണ്ടായിരുന്നപ്പോൾ വിനിച്ചേട്ടനാണ് അവനെ ഫുൾ എടുത്തുകൊണ്ട് നടന്നിരുന്നത് കേട്ടോ. എന്നാലും അവർ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. അടിപൊളിയായി ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് സ്റ്റേയിലേക്ക് പോയി. വൈകുന്നേരം ഞങ്ങൾക്കൊരു കഫേയിൽ പോകാനാണ് പ്ലാൻ. ഞങ്ങളുടെ സ്റ്റേയിൻ്റെ അടുത്തൊരു കഫേ ഉണ്ട് മലയുടെ മുകളിലായിട്ട്. അപ്പോൾ അവിടെ പോയി ഈവനിങ് സ്പെൻഡ് ചെയ്യാം, കാപ്പിയൊക്കെ കുടിക്കാം എന്നൊക്കെയുള്ള പ്ലാനിൽ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. എപ്പോഴാണേലും തിരക്കാട്ടോ, രാവിലെ ആണെങ്കിലും ഉച്ചയാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും അവിടെ നല്ല തിരക്കുണ്ട്. വഴിയിലുള്ള സ്റ്റാളിലൊക്കെ നല്ല തിരക്കാട്ടോ. അപ്പോൾ നമുക്ക് ഈവനിങ് കാണാം. നീർ വാട്ടർഫാൾസിൽ നിന്ന് തിരിച്ച് സ്റ്റേയിലെത്തി. ഞങ്ങളൊന്ന് ഫ്രഷൊക്കെ ആയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ക്ലോത്ത്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കഫേയിലേക്കാട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ നമ്മുടെ കഫേയിലേക്ക്. ഞങ്ങളവിടെ ചെന്ന് നല്ല ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്തു. നല്ല ഭംഗിയാണ് അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. നടന്നു പോകുന്ന സ്ഥലം തന്നെ എന്ത് ഭംഗിയാണ് അല്ലേ, നമ്മുടെ ഹില്ലി ഏരിയയും ഒക്കെ ആയിട്ട്. പിള്ളേർ കുറേ അവിടെ ഇവിടെയൊക്കെ കുറേ വീക്ഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സ്റ്റേയിൻ്റെ അവിടെ കയറി, ഇങ്ങനെ സ്റ്റെപ്പിൽ കയറി വേണം മുകളിലോട്ട് പോകാൻ വേണ്ടി. അവിടെ നിന്ന് സൺസെറ്റ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന്. അവിടെ ഒരു സ്റ്റേ ആട്ടോ, നമുക്ക് അവിടെയും സ്റ്റേ ചെയ്യാം. പക്ഷേ അവർ കഫേയും ഉണ്ട്, നമുക്കവിടെ പോയി നിന്ന് കഴിക്കാം. എനിക്കൊന്നു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ടൈമിൽ പോയതുകൊണ്ട് കുറച്ച് സ്നാക്സൊക്കെ ആട്ടോ കഴിച്ചത്. കോഫി ടീ ഒക്കെയാണ് കുടിച്ചത്. പിന്നെ അവിടെ നമ്മുടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അപ്പം നല്ല ഫറി ഡോഗായിരുന്നു കേട്ടോ. എല്ലാവരും നമ്മുടെ ലിയാങ്കുട്ടനൊക്കെ ഡോഗിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, അവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, എന്ത് രസമാണ്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. ദൂരെ നമുക്ക് പുഴയൊക്കെ കാണാം. അവിടെ നിന്ന് സൺസെറ്റ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി.
സ്പെൻഡ് ചെയ്ത് സ്നാക്സൊക്കെ കഴിച്ച് സൺസെറ്റൊക്കെ കണ്ട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് സ്റ്റേയിലേക്ക് പോയി. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഞങ്ങളൊരു രാത്രിയൊക്കെ ആയപ്പോൾ നമ്മുടെ ടെൻറ്റിനോടനുബന്ധിച്ച് തന്നെ ഒരു പൂളുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ജോശാനും പിള്ളേരുമായിട്ടോ മെയിനായിട്ട് ഇറങ്ങിയത്. ഞാനും ഗീതൊന്നും അങ്ങനെ ഇറങ്ങിയില്ല. പിന്നെ ഇറങ്ങി നനഞ്ഞ് തുണിയൊക്കെ മാറണമെങ്കിൽ പണിയാണല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഇറങ്ങിയില്ല. പിന്നെ വെള്ളത്തിന് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരിറങ്ങി കുറേ നേരം പൂളിൽ എൻജോയ് ചെയ്തു. പൂളെന്ന് പറഞ്ഞാൽ അപ്പനും മക്കൾക്കും ഒരു ഭ്രാന്താണ്. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. അന്ന് രാത്രിയത്തേക്ക് നമ്മുടെ കുറേ യൂത്ത് സ്റ്റേ വന്നിട്ടുണ്ടായിരുന്നേ. അന്ന് ഡിന്നറൊക്കെ കഴിച്ച് കിടന്ന് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് തന്നെ ഞങ്ങൾ എണീറ്റ് പോയത് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉള്ള ഏരിയയിലേക്കാട്ടോ. ഞങ്ങൾക്ക് റിവർ റാഫ്റ്റിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ മറ്റ് പല കാരണങ്ങൾ കാരണം ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലത്തേക്കാട്ടോ വന്നത്. എനിക്കതൊക്കെ ചെറിയ പേടിയുള്ളൊരു സംഭവമാണ്, അതുകൊണ്ട് ഞാൻ ഒന്നിലും തന്നെ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടന് ബഞ്ചി ജമ്പിങ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഗീതുവും കൂടെ ചെയ്യാനുള്ള തീരുമാനത്തിലായി. ഗീതുവിൻ്റെ ധൈര്യം സമ്മതിച്ചു കൊടുക്കണ്ടേ അല്ലേ, എനിക്ക് പേടിയായിരുന്നു. അവിടെ ട്രാംപോലൈൻ ഉണ്ട്. ചേട്ടാ ഗീതു ബഞ്ചി ജമ്പിങ് ചെയ്തതിൻ്റെ
വിൻചേട്ടൻ പിന്നെ ഇതിനു മുന്നേ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഗീതു ധൈര്യം സംഭരിച്ചിത്തവണ അതെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. അപ്പൊ എന്താണ് അനുഭവം വിൻചേട്ടാ? എന്തായിരുന്നു ഗീതു വിൻചേട്ടാ? ഒരു അത് ഞാൻ വീഡിയോയിൽ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. ശരിക്കുള്ള അനുഭവം പറയും. എന്തോ ഒരു അല്ലെ എന്തോ അച്ചീവ് ചെയ്തു. അത് നേരത്തെ അച്ചീവ് ഗീതു അല്ല ആലോചിച്ചോണ്ടിരിക്കുക എനിക്ക് ലൈഫിൽ എന്തോ ഭയങ്കര അച്ചീവ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. പിന്നെ പിന്നെ ഞാൻ ചെയ്യണമെന്ന് കരുതിയതായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് പിൻവാങ്ങിയതാണ്. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇവരെ കുറെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ അതുകൊണ്ട് ഭയങ്കര ഇതാണ്. പിന്നെ നേരത്തെ മൈൻഡ് കൊണ്ട് പ്രിപ്പയർഡ് ആയതുകൊണ്ട് അങ്ങനെ പേടിയൊന്നും വന്നില്ല. പക്ഷെ നല്ലായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. അതൊരു നെഞ്ചെടുപ്പ് വരും. അച്ചീവ് ചെയ്തു. അതെ അച്ചീവ് ചെയ്തു. അതാണ് സന്തോഷം. ഞങ്ങൾ 2 ഫാമിലിയും കൂടെയുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്ന് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കൂർഗ് പോയിട്ടുണ്ട്. പിന്നെ മറ്റ് പല ട്രിപ്പുകളും പോകണമെന്ന് കരുതിയിരുന്ന സമയത്താണ് കൊറോണ വന്നത്. പിന്നെ ഞങ്ങൾ പോസ്റ്റിംഗ് അടുത്തത് വന്നത് അവർ ചണ്ഡീഗഡും ഞങ്ങൾ തൊട്ടടുത്തുള്ള രാജ്പുര എന്നുള്ള സ്ഥലത്താട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുഫ്രി പോയി. പിന്നെ ഞങ്ങളിതാ ഋഷികേശ് വന്നു. അടിപൊളി ട്രിപ്സായിരുന്നു ഞങ്ങളുടെ ഒന്നിച്ചുള്ള എല്ലാം. പിന്നെ അന്ന് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി തിരിച്ച് വഴിയിൽ നിന്നൊരു ധാബയിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് നേരെ ചണ്ഡീഗഡിലോട്ട് പോയി. അവിടെ നിന്ന് ഞങ്ങൾ രാജ്പുരയിലേക്കും പോയി. പിന്നെയും കുറേ ട്രിപ്സ് ഒന്നിച്ച് നടക്കുമെന്ന് കരുതിയിരുന്ന സമയത്ത് അവർക്ക് പോസ്റ്റിംഗ് വന്നു കേട്ടോ. ഈ ട്രിപ്പ് ഒരു 1 ഇയർ ബാക്കുള്ള ട്രിപ്പാണ്. ഭയങ്കര ലേറ്റായി വീഡിയോ ഇടാൻ വേണ്ടി. ടു മെനി മോർ മെമ്മറീസ്. ഇനിയിപ്പോൾ അവരുടെ അടുത്ത് പോകണം എന്നൊക്കെ ഞങ്ങൾക്ക് പ്ലാനുണ്ട്. എന്തായാലും എല്ലാം നടക്കട്ടെ. അപ്പോൾ ബൈ, സീ യു.